FBയിലൊക്കെ ഞാൻ കുറേ കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി അന്ന് കയ്യുമ്മ കടിച്ചിട്ട് കൈ ഇപ്പം എന്തായി, ഉണങ്ങിയോ, റെഡി ആയോ എന്നൊക്കെ പിന്നെ അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് റിപ്ലൈ ആണ് കേട്ടോ, കൈയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മുറിവെന്ന് പറഞ്ഞാലേ അതിങ്ങനെ അകന്ന പോലെ ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെ നല്ല പെയിനൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ അത്രയ്ക്ക് അങ്ങോട്ട് പെയിനില്ല, ഉണക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ 4 വിരൽ വെച്ചിട്ട് കണ്ണന് ചോറ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ശീലമായിട്ടോ. നല്ലപോലെ ഞാൻ ഈ 4 വിരൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് ഈ ഒരു വിരലും കൂടെ യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ലാത്തതുപോലെ. ഇപ്പോൾ ഇത് ശീലമായി എനിക്ക് 4 വിരൽ കൊണ്ട് കൊടുത്തിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിവ് വന്നിരിക്കുന്നത് നമ്മളുടെ ആ ഒരു വര പോലെയുള്ള ഒരു ഭാഗത്താണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ വിരൽ മടക്കുമ്പോഴും ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ഈ വിരൽ ഇപ്പം അധികം യൂസ് ആക്കാണ്ടിരുന്നിട്ടേ ചെറിയൊരു നീര് പോലെ ഉണ്ട് കേട്ടോ ആ വിരലുമ്മേ. എന്നാലും കുഴപ്പമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നനയ്ക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. വീട്ടിലത്തെ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെ വേണമല്ലോ ചെയ്യാനായിട്ട്. പാത്രം കഴുകുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ പാത്രം കഴുകുന്നതും പിന്നെ കണ്ണൻകുട്ടീനെ ആണെങ്കിലും കുളിപ്പിക്കുമ്പോഴേ സോപ്പ് മേത്തൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ കണ്ണൻകുട്ടിയുടെ മേത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കല്യാണിയുടെ അടുത്ത് പോയി നമുക്ക് സോപ്പ് കയ്യിൽ കൊടുത്തിട്ട് മേല് തേക്കുന്നൊക്കെ പറയാം. കണ്ണന് നമ്മളത് തേച്ച് തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അവർ മോനൊക്കെ ആണെങ്കിൽ ഹിമാലയയുടെ സോപ്പൊക്കെ ആയത് കാരണം അത്രയ്ക്ക് ഇങ്ങോട്ട് നീറ്റുള്ളൊന്നും വരുന്നില്ല. എന്നാലും എനിക്കൊരു പേടി, ആ വിരലിലേക്ക് അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഉള്ളുകൊണ്ടൊരു പേടി, അയ്യോ നീറുമോ അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ. പക്ഷേ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ പോലെയല്ല, ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കടി കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലേക്ക് എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര അത് പഴുക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു. കാരണം ഇത് എപ്പോഴും നനയാണല്ലോ. പിന്നെ ഞാൻ ആ കെട്ടൊക്കെ പിറ്റേ ദിവസം തന്നെ അഴിച്ചു കളഞ്ഞു. കെട്ട് എന്തായാലും നനയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ നനഞ്ഞ കെട്ടുമായിട്ട് നടന്നു കഴിഞ്ഞാൽ പഴുക്കാനുള്ള ചാൻസ് കൂടെയുള്ളൂ. അപ്പം ഞാൻ കെട്ടൊക്കെ പിറ്റേ ദിവസം തന്നെ അഴിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണിക്കും ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. കണ്ണൻകുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും ചെറിയ തുമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ വാടി തളർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കൈയൊക്കെ സെറ്റായിട്ട് വരുന്നു കേട്ടോ.